Welcome all to first lecture of Metrology and Instrumentation Module 2. The main topics in Module 2 are limits and limit gauges, in which we have to study making to suit selective assembly systems of limits and fits, types of fits, hole basis system and shaft basis system, then standard system of limits and fits, shaft and hole system, tolerance, allowance and deviation as per BIS, and limit gauges, go gauge and no go gauge, types of limit gauges, then gauge design principle, Taylor's principles of gauge design, gauge tolerance, disposition of gauge tolerance, VR allowance, then optical measuring instruments, benefits of using light wave as standards, monochromatic light, principles of interference, then interference band using optical flat, application of surface measurement, then interferometer, NPL flatness interferometer, pitter, NPL gauge interferometer, etc. These are the main topics in the second module. So we can start with the basics: interchangeability of parts and selective assembly. What do you mean by interchangeability and what do you mean by selective assembly? Back before the Industrial Revolution, machines were manufactured independently of one another. That is, one engineer might make the whole machine. If a part broken on a machine, it would have to be manufactured again to suit the machine. പഴയ കാലത്ത് മെഷീനറീസ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെഷീനറി കംപ്ലീറ്റ് ആയിട്ട് ഹോളായിട്ട് എന്താണ് ഒരു ടീം അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ മെഷീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാളുണ്ടാവും. അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ കമ്പോണൻസും അവർ തന്നെ, ചിലപ്പോൾ ഒരു ടീമായിരിക്കും, അവർ തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിൽ എന്താണ് അതിലേതെങ്കിലും ഒരു കമ്പോണൻറ്റ് ബ്രേക്ക് ഡൗൺ ആയാൽ അല്ലെങ്കിൽ ഫെയിലിയർ ആയാൽ എന്താണ് വീണ്ടും അതേപോലുള്ള കമ്പോണൻറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. കാരണം എന്താണ്, ആ ഒരു മെഷീൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഒന്ന് റീപ്ലേസ് ചെയ്യാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ട കമ്പോണൻസ് ആ ഒരു പർട്ടിക്കുലർ മെഷീന് സ്യൂട്ടാകുന്ന കമ്പോണൻസ് മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ, പ്രോബ്ലം വന്നാൽ എന്താണ്, അത്തരത്തിലുള്ള കമ്പോണൻസ് എന്താണ് വീണ്ടും മാനുഫാക്ചർ ചെയ്തെടുക്കേണ്ടി വരും. അതാണ് പഴയ കാലത്തുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് during the Industrial Revolution, a new concept in manufacturing was developed. That is, parts were manufactured by individuals and the individual stuck to make that part. Then the whole machine was assembled from these parts. മെഷീൻ്റെ കമ്പോണൻസ് ആയിട്ട് ഓരോ ടീം ഓരോ കമ്പോണൻസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് നൗ ദാറ്റ് ദ പാർട്സ് വെർ ദ സെയിം, ഇഫ് എ പാർട്ട് ബ്രോക്ക് in a machine, it could be replaced by the same part from the another machine. അപ്പോൾ ഒരു മെഷീന് വേണ്ട കമ്പോണൻസ് ഓരോ ടീമായിട്ട് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ അതിന് വേണ്ട ഒരു നട്ട്, ഒരു ബോൾട്ട്, അങ്ങനെയുള്ള കമ്പോണൻസ് ഓരോ ടീമായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അതേപോലുള്ള മെഷീനറീസിന് വേണ്ട കമ്പോണൻസൊക്കെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം അതിലേതെങ്കിലും ഒരു മെഷീനറീൻ്റെ കമ്പോണൻറ്റിന് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, ഒരു ബ്രേക്ക് ഡൗൺ വന്നാൽ, അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും, അതേപോലുള്ള മറ്റൊരു മെഷീനിൽ ഈ കമ്പോണൻറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് കേസിലാണെങ്കിൽ എങ്ങനെയായിരുന്നു, സെപ്പറേറ്റ് ആ ഒരു കമ്പോണൻറ്റ് പുതുതായിട്ട് വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോഴാകുമ്പോൾ എന്താണ്, നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായി. ദിസ് കൺസെപ്റ്റ് ലീഡ് ടു വാട്ട് വി നൗ കോൾഡ് ഇൻ്റർചേഞ്ചബിലിറ്റി ഓഫ് പാർട്സ്. അപ്പോൾ ഒരു മെഷീൻ്റെ ഫെയിലായിട്ടുള്ള കമ്പോണൻറ്റിന് പകരം മറ്റൊരു മെഷീൻ്റെ സെയിം കമ്പോണൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞത്. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഇപ്പോഴെന്താണ്, ഇപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് പാർട്സാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു കമ്പോണൻറ്റ് പോയാൽ എന്താണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിന് ചിലപ്പം സർട്ടൻ ഡയമെൻഷൻസ്, അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അതേപോലുള്ള മറ്റൊരു കമ്പോണൻറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പഴയ കാലത്ത് ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു മെഷീന് ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ്, അത് ഇന്ന സ്റ്റാൻഡേർഡിലൊന്നും ഉണ്ടാവില്ല, അതിനാവശ്യം സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഫെയിൽ ആയാലും അത് സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. പിന്നെ കുറച്ചുകൂടെ ഇൻ്റർചേഞ്ചബിലിറ്റി ഓഫ് പാർട്സ് വന്നപ്പോൾ എന്താണ്, അതേപോലുള്ള മെഷീൻ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇടാനുള്ളൊരു ഓപ്ഷൻ വരും. ദെൻ സെലക്റ്റീവ് അസംബ്ലി മീൻസ് ഇറ്റ് വാസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി എവല്യൂഷൻ ഓഫ് ഇംപ്രൂവ്ഡ് അസംബ്ലി മാനുഫാക്ചറിങ്, ഇൻ വിച്ച് എ മെഷീനിസ്റ്റ് വുഡ് പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് പാർട്സ് വിത്ത് എ ലോ ടോളറൻസ്. എന്താണ് ടോളറൻസ് എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വിത്ത് എ ലോ ടോളറൻസ്, a mating part
would be produced in the same numbers and to the same tolerance by another machinist. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെഷീനിസ്റ്റ് ഒരു ബോൾട്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ആക്യുറസിയിൽ അതിൻ്റെ ഒരു ബോൾട്ട് ഉണ്ടാക്കുന്നു. അതിനെ മെയ്റ്റ് ചെയ്യുന്ന നട്ട് മറ്റൊരു മെഷീനിസ്റ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് ഈച്ച് മെഷീനിസ്റ്റ് വുഡ് ദെൻ ഗ്രേഡ് ദ പാർട്സ് ദാറ്റ് ദേ മാനുഫാക്ചേർഡ് ടു സിമിലർ ഹയർ ടോളറൻസ്. അവർ രണ്ടുപേരുണ്ടാക്കിയ പാർട്ടിനെ ഗ്രേഡ് ചെയ്യുന്നു. ഇത്ര ആക്യുറസി ലെവലുള്ള പാർട്ടാണെന്നുള്ള തരത്തിൽ ഗ്രേഡ് ചെയ്യുന്നു. ആൻഡ് ദോസ് പാർട്സ് കുഡ് ദെൻ ബി അസംബിൾഡ് ബൈ ടേക്കിംഗ് പാർട്സ് ഫ്രം ദി സെയിം ഗ്രേഡ് ആൻഡ് അസംബ്ലിങ് ദം. അപ്പോൾ സെയിം ഗ്രേഡിലുള്ള അവർ അതിന് ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രേഡിലുള്ള കമ്പോണൻസ് ആണെങ്കിൽ അതെന്താണ്, അത് ഏതാണെങ്കിലും റാൻഡമായിട്ട് ഏതെടുത്താലും, ഇപ്പോൾ ഒരു ബോൾട്ട് എടുത്തു, അതിന് സ്യൂട്ടബിൾ ആകുന്ന നട്ട് സെയിം ഗ്രേഡിലുള്ള നട്ട് ഏതെടുത്താലും അതിന് ചൂസ് ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റത്തിലോട്ട് വന്നു. അതാണ് അത്തരത്തിലുള്ള സിസ്റ്റമാണ് നമ്മളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെലക്റ്റീവ് അസംബ്ലി അഷ്യൂസ് better and more accurate assembly of parts by ensuring closer tolerance between the mating parts. അപ്പോൾ ആ മേറ്റിംഗ് പാർട്സ് തമ്മിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എന്താണ്, എറർ ഫ്രീ, അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ടോളറൻസ് എന്നുള്ള ടേം 2-3 തവണ യൂസ് ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട് എന്താണ് ടോളറൻസ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും ക്ലോസ് ടോളറൻസിലുള്ള കമ്പോണൻസ് നമുക്ക് അത്തരത്തിൽ മെയ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് സെലക്റ്റീവ് അസംബ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next one is system of limits and fits. What do you mean by limits? When machining, it is impossible to manufacture a number of pieces to an exact measurement. There will be always some difference in size. As a result, limits are set. നമ്മളൊരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ ലെയ്ത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലെയ്ത്തിൽ ഇപ്പോൾ എന്താണ് ഒരു ഒബ്ജക്റ്റ്, ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് നമ്മൾ ടേൺ ചെയ്തെടുക്കുന്നു. 15 mm ഡയമീറ്ററുള്ള ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസാണ് നമുക്ക് കിട്ടുന്നത്. 15 mm ഡയമീറ്ററുള്ള വർക്ക് പീസ് നമുക്ക് കിട്ടുന്നു റോ മെറ്റീരിയലായിട്ട്. അതിനെ ടേൺ ചെയ്ത് അതിൻ്റെ ഡയമീറ്റർ സപ്പോസ് ഒരു 12.5 mm നമുക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ വർക്ക്. അപ്പം നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ഈ കറക്റ്റ് അത്രയും ആക്യുറേറ്റ് ആയിട്ട് 12.5 എന്നുള്ള ആക്യുറേറ്റ് വാല്യൂവിൽ എത്തിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് മാനുവലി മെഷീൻ ചെയ്യുമ്പോൾ. അപ്പം അത്തരത്തിലുള്ള നമ്മളിപ്പോൾ ഒരു മെഷീൻ ഷോപ്പിലൊക്കെ പോയാൽ ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ ഹൺഡ്രഡ്സ് ഓഫ് കമ്പോണൻസ് ഉണ്ടാവും, 100 ആയിരക്കണക്കിന് കമ്പോണൻസ് ഉണ്ടാവും. 15 mm ഡയമീറ്ററുള്ള വർക്ക് പീസ് തരുന്നു, അതിനെ ടേൺ ചെയ്ത് 12.5 mm ഡയമീറ്ററിലേക്ക് ടേൺ ചെയ്തെത്തിക്കുക. അതായിരിക്കും അവരുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ബൾക്കായിട്ട് കമ്പോണൻസ് ടേൺ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും സെയിം ആക്യുറസിയിൽ എപ്പോഴും കറക്റ്റ് 12.5 mm ഡയമീറ്ററിലേക്ക് എത്തിക്കാൻ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്നില്ല. ചിലപ്പോൾ എന്താണ് 12.5 കുറച്ച് കുറഞ്ഞു, 12.5 കൂടിയാലും എന്താണ് നമുക്ക് ഒന്നുകൂടെ മെഷീൻ ചെയ്ത് 12.5 mm എത്തിക്കാം. പക്ഷേ ഒരു 12.5 എന്നുള്ളത് 12.4 mm ഒക്കെ ഡയമീറ്ററായി കുറഞ്ഞു പോയാൽ പിന്നെ എന്താണ് നോർമൽ കേസിൽ ആ വർക്ക് പീസ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതിൽ 12.6 എത്തിയെങ്കിൽ നമുക്ക് കുറച്ചിട്ട് ഒന്നുകൂടെ ടേൺ ചെയ്തിട്ട് 12.5 എത്തിക്കാം. പക്ഷേ എനിക്ക് 12.4 ആയിപ്പോയെങ്കിൽ എന്താണ് ആ കമ്പോണൻറ്റ് ചിലപ്പം റിജക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസസ് മാനുവൽ മെഷീനിങ്ങിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു കേസിൽ ഇൻഡസ്ട്രി സാധാരണ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യും. നമുക്ക് ആക്ച്വലി വേണ്ടത് 12.5 mm ഡയമീറ്ററുള്ള വർക്ക് പീസ് നമുക്ക് പ്രൊഡക്റ്റാണ് നമുക്ക് വേണ്ടത്. പക്ഷേങ്കിൽ ഒരു 12.4 to 12.6 വരെ ആണെങ്കിലും അത് ആക്സെപ്റ്റബിൾ ആണെന്നുള്ളൊരു ലിമിറ്റ് സെറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഒരു ലിമിറ്റ്, ഒരു അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കും. ആക്ച്വലി നമുക്ക് വേണ്ട ഡയമീറ്റർ എന്ന് പറയുന്നത് 12.5 ആണ്. പക്ഷേങ്കിൽ 12.6 മുതൽ അല്ലെങ്കിൽ 12.4 മുതൽ 12.6 mm ഡയമീറ്റർ വരെയുള്ള വർക്ക് പീസ് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. അത്തരത്തിലുള്ള വർക്ക് പീസ് റിജക്റ്റ് ചെയ്യേണ്ട കേസില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ വെക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കണ്ടീഷൻ വെക്കുമ്പോഴെന്താണ് ആ പാർട്ട് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കുറയും. അതേപോലെ തന്നെ എന്താണ് കുറച്ചുകൂടെ സ്പീഡായിട്ട് വർക്കേഴ്സിന് വർക്ക് ചെയ്യാനും പറ്റും. കാരണം ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് വർക്ക് പീസിന് എത്തിക്കേണ്ടുള്ളൂ. കറക്റ്റ് ഷാർപ്പായിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമില്ല. അപ്പോൾ എന്താണ് കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, കുറച്ചുകൂടെ കൂടുതൽ ടൈം. അല്ലാതെ കറക്റ്റ് ഷാർപ്പ് ആ പോയിന്റിൽ എത്തിക്കണമെങ്കിൽ എന്താണ് അത്രയും ആക്യുറേറ്റ് ആയിട്ട് അത്രയും കെയർഫുള്ളായിട്ട് മെഷീൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് വർക്ക് പീസസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് പീസിൻ്റെ എണ്ണം സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. ദിസ് മീൻസ് ദാറ്റ് what the machinist manufacture can differ from the proper size by the small amount stated by the limits and still be able to be used. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സൈസിനേക്കാളും ചെറിയ വേരിയേഷൻ ഉണ്ടാവും, പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കും. ദ റിക്വയർഡ് സൈസ് ഓഫ് ദ കമ്പോണൻറ്റ് ബിഫോർ ദ ലിമിറ്റ്സ് ആർ സെറ്റ് ഈസ് കോൾഡ് ബേസിക് സൈസ് ഓർ നോമിനൽ സൈസ്. ഞാൻ പറഞ്ഞു 12.5 mm വർക്ക് പീസിൻ്റെ ഡയമീറ്റർ എത്രയോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ 15 mm എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതോ ഡയമീറ്റർ ആയിക്കോട്ടെ, അതിനെ നമുക്ക് മെഷീൻ ചെയ്ത് 12.5 mm ഡയമീറ്ററിലെ വർക്ക് പീസാണ് എത്തിക്കേണ്ടത്. സോ ദ റിക്വയർഡ് സൈസ് ഓഫ് ദ കമ്പോണൻറ്റ് ബിഫോർ ദ ലിമിറ്റ്സ് ആർ സെറ്റ് ഈസ് കോൾഡ് ബേസിക് സൈസ് ഓർ നോമിനൽ സൈസ്. അപ്പം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുന്നിലുള്ള ആ കമ്പോണൻറ്റ് അതിൻ്റെ സൈസ്, അതാണ് ബേസിക് സൈസ് ഓർ നോമിനൽ സൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദി അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്സ് ആർ സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 12.5 ആണ് നമ്മുടെ ബേസിക് സൈസ്. അതിനുശേഷം നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെറ്റ് ചെയ്യുന്നു. എന്താണ് അപ്പർ ലിമിറ്റ്? 12.6 വരെ ആണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 12.4 ആണെങ്കിലും പ്രശ്നമില്ല എന്നുള്ള കാര്യത്തിൽ. ദീസ് ലിമിറ്റ്സ് ആർ ദി മാക്സിമം ആൻഡ് മിനിമം സൈസ് അലവബിൾ. അപ്പോൾ ആ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ബേസിക് സൈസ് അല്ലെങ്കിൽ നോമിനൽ സൈസ്, അതിന് ഒരു അപ്പർ വാല്യൂ ഉണ്ടാവും, ഒരു ലോവർ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കമ്പോണൻസ് നമുക്ക് ആക്സെപ്റ്റബിൾ കണ്ടീഷനിലാണ്. അപ്പം ആ ലിമിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ മാക്സിമം മിനിമം സൈസ് അലവബിൾ സൈസ്, അതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റും ഉണ്ടാവും, ലോവർ ലിമിറ്റും ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ദെൻ എൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് നോമിനൽ സൈസ് ഇസ് 22 mm ആൻഡ് അപ്പർ ലിമിറ്റ് ഈസ് 22.02 mm ആൻഡ് ലോവർ ലിമിറ്റ് ഈസ് 21.97 mm. ഇതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് ആക്ച്വലി വേണ്ട കമ്പോണൻറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 22 mm ആണ്. പക്ഷേങ്കിൽ 21.97 mm ടു 22.02 mm വരെ ഉള്ള പ്രൊഡക്റ്റ് ആക്സെപ്റ്റബിൾ ആണ്. സോ ടു ഗെറ്റ് ദി അപ്പർ ഡീവിയേഷൻ സബ്ട്രാക്ട് ദി നോമിനൽ സൈസ് ഫ്രം ദി അപ്പർ ലിമിറ്റ്. അപ്പർ ഡീവിയേഷൻ എത്രയുണ്ട്? അത് നോമിനൽ സൈസിൽ നിന്ന് മുകളിലേക്ക് എത്ര ഡീവിയേഷൻ ഉണ്ട് അതാണ് അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ താഴേക്ക് എത്ര ഡീവിയേഷൻ ഉണ്ട് അതാണ് ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ ടു ഒബ്റ്റെയിൻ ദി അപ്പർ ഡീവിയേഷൻ സബ്ട്രാക്ട് ദി നോമിനൽ സൈസ് 22 mm എന്ന് പറയുന്നതാണ് നോമിനൽ സൈസ് ഫ്രം ദി അപ്പർ ലിമിറ്റ് 22.02 മൈനസ് 22. ദാറ്റ് മീൻസ് that will be 0.02 mm. That is the upper limit of that component. Okay. Similarly, lower deviation can be determined by subtracting the lower limit from the nominal size. Upper deviation, upper limit in the nominal size minus ചെയ്യാം. Lower deviation കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നോമിനൽ സൈസിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യാം. സബ്ട്രാക്ട് ലോവർ ലിമിറ്റ് ഫ്രം ദി നോമിനൽ സൈസ്. അതായത് 22 mm നിന്ന് 21.97 mm മൈനസ് ചെയ്യാം. ദ ആൻസർ വിൽ ബി 0.03 mm. സോ in this example the upper deviation is 0.02 mm and lower deviation is 0.03 mm. So limits are usually written in this way. സാധാരണ നമ്മളിപ്പം ഇവിടെ പറഞ്ഞു 22 mm ആണ് നമ്മുടെ നോമിനൽ സൈസ്. അതിൽ 22.02 mm വരെ ആണെങ്കിലും അല്ലെങ്കിൽ 21.97 mm ആണെങ്കിലും അതിൻ്റെ ഇടയിലുള്ള കമ്പോണൻസ് ആക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിമിറ്റ് സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിലാണ്. ഇവിടെ താഴെ കാണാൻ പറ്റും 22 പ്ലസ് ഓർ മൈനസ് പ്ലസ് 0.02 ആൻഡ് മൈനസ് 0.03. അതായത് അതിൻ്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് 22 പ്ലസ് 0.02 mm അതേപോലെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് 22 മൈനസ് 0.03 mm. ഇത്തരത്തിലാണ് ലിമിറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടോളറൻസ്. ഇതാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ടോളറൻസ്. ടോളറൻസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ക്ലിയർ? നമ്മൾ നേരത്തെ കേസിൽ ഒരു അപ്പർ ലിമിറ്റ് വാല്യൂവും പറഞ്ഞു, ലോവർ ലിമിറ്റ് വാല്യൂവും പറഞ്ഞു. നോമിനൽ സൈസിൽ നിന്ന് അപ്പർ ഡീവിയേഷനിലേക്കുള്ള അപ്പർ ലിമിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പർ ഡീവിയേഷൻ. അതേപോലെ നോമിനൽ സൈസിൽ നിന്ന് ലോവർ ലിമിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ലോവർ ഡീവിയേഷൻ. ഓക്കെ. ഇവിടെ എന്താ പറയുന്നത്? ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളറൻസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ദാറ്റ് ഈസ് ഇൻ ദ എബവ് എക്സാമ്പിൾ ദാറ്റ് വാല്യൂ വിൽ ബി 0.05 mm. എന്താണ് ഇതിൽ
22 mm നോമിനൽ സൈസ്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 22.02, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 21.97. സോ ഇൻ ദിസ് കേസ് ടോളറൻസ് ഈസ് ഈക്വൽ ടു 22.02 minus 21.97. The answer will be 0.05 mm. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. So the tolerance is the total amount by which the size of the component can differ from nominal size. നോമിനൽ സൈസിൽ നിന്ന് എത്ര വരെ ഡിഫറൻസ് ഉണ്ടായാൽ ആ കമ്പോണൻറ്റ് ആക്സെപ്റ്റബിൾ കണ്ടീഷനിലാണ്, അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്ത് എന്താണ് ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സെലക്റ്റീവ് അസംബ്ലിയിൽ എന്താണ് എഷ്യൂർ ബെറ്റർ ആൻഡ് മോർ ആക്യുറേറ്റ് അസംബ്ലി ഓഫ് പാർട്സ് ബൈ ഇൻഷുറിങ് ക്ലോസർ ടോളറൻസ്. അപ്പോൾ ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ടോളറൻസ്. And tolerance is said to be bilateral if it is spread over both side of the nominal size. ഇനി അതിൻ്റെ അടുത്തൊരു കേസ് ടോളറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് എന്താണ്, ബൈലാറ്ററൽ ടോളറൻസ് ഉണ്ട്, യൂണിലാറ്ററൽ ടോളറൻസ് ഉണ്ട്. ഇഫ് ടോളറൻസ് ഈസ് സെറ്റ് ടു ബി ബൈലാറ്ററൽ ഇഫ് ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ ബോത്ത് സൈഡ് ഓഫ് ദി നോമിനൽ സൈസ്. നോമിനൽ സൈസിൻ്റെ രണ്ട് സൈഡിലേക്കും സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡീവിയേഷൻ ടോളറൻസ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള ടോളറൻസ് പറയുന്ന പേരാണ് ബൈലാറ്ററൽ ടോളറൻസ്. നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ പറഞ്ഞു 22 പ്ലസ് 0.02 മൈനസ് 0.03. അപ്പോൾ 22 എന്ന് പറയുന്ന നോമിനൽ സൈസ് ഇവിടെ വരും, അതിൻ്റെ മുകളിൽ 22.02 വരും, അതിൻ്റെ താഴെ 21.97 വരും. അപ്പോൾ നോമിനൽ സൈസിൻ്റെ രണ്ട് സൈഡിലേക്കും എന്താണ് ടോളറൻസ് സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുകയാണ്. If tolerance is said to be bilateral, it is spread over both side of nominal size. നോമിനൽ സൈസ് 22ൻ്റെ മുകളിലേക്കുണ്ട് ടോളറൻസ്, അതേപോലെ താഴേക്കും ടോളറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസാണെങ്കിൽ ദാറ്റ് ഈസ് സെറ്റ് ടു ബി ബൈലാറ്ററൽ ടോളറൻസ്. അതിൻ്റെ എബവ് എക്സാമ്പിൾ അത് തന്നെയാണ് ബൈലാറ്ററൽ ടോളറൻസിന് എക്സാമ്പിൾ 22 പ്ലസ് 0.02 ആൻഡ് 22 മൈനസ് 0.03. ഇപ്പോൾ 22ൻ്റെ മുകളിലേക്കുണ്ട് താഴേക്കുണ്ട്. And tolerance is said to be unilateral if it is only on one side of the nominal size. നോമിനൽ സൈസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമാണ് ടോളറൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയും. ദാറ്റ് മേ ബി അപ്പർ സൈഡ് ഓർ മേ ബി ലോവർ സൈഡ്. ഇപ്പോൾ 22 ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 22 പ്ലസ് 0.02, താഴെ എന്താണ് ലോവർ ലിമിറ്റ് 0. ലോവർ ലിമിറ്റ് ഇവിടെ എന്താണ് 22 തന്നെ. അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് 22.02. അപ്പം ഇവിടെ കമ്പോണൻസ് ഏത് റേഞ്ചിലുള്ള കമ്പോണൻസ് നമുക്ക് എടുക്കാം, 22 മുതൽ 22.02 വരെയുള്ള കമ്പോണൻസ് എടുക്കാൻ പറ്റും. അവിടെയുള്ള ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും 0.02 മാത്രമായിരിക്കും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് ഇതല്ലേ വരുന്നുള്ളൂ, ലോവർ ലിമിറ്റ് ഇല്ല. ആദ്യത്തെ കേസിൽ ഇവിടെ ഇപ്പോൾ എന്താണ് ലോവർ ലിമിറ്റ് കൂടെ ഉള്ളതുകൊണ്ടാണ് ടോട്ടൽ ടോളറൻസ് എന്ന് പറയുന്നത് 0.05 വന്നത്. യൂണിലാറ്ററൽ ടോളറൻസ് ആണെങ്കിൽ ഇവിടെ എന്താണ് ലോവർ ലിമിറ്റ് ഇല്ല. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നോമിനൽ സൈസ് തന്നെയാണ്, അപ്പർ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെയുള്ള ടോളറൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 0.02. ഇതേപോലെ നേരെ താഴോട്ടും വരാം. ഓക്കെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് 22. ഇപ്പം മറ്റൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 22 പ്ലസ് 0. ഓക്കെ അപ്പർ ലിമിറ്റ് ഒന്നുമില്ല, പക്ഷേ ലോവർ ഡീവിയേഷൻ എന്താണ് മൈനസ് 0.03. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ആക്സെപ്റ്റബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 21.97 മുതൽ 22 വരെയുള്ള കമ്പോണൻറ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് ലിമിറ്റ്സ് ടെൽ ദ മാനുഫാക്ചർ ദാറ്റ് ദ കമ്പോണൻറ്റ് ക്യാൻ ബി എനി സൈസ് ബിറ്റ്വീൻ 22 mm ആൻഡ് 22.02 mm. യൂണിലാറ്ററൽ കേസിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ലിമിറ്റ്സ് ടെൽ ദ മാനുഫാക്ചർ ദാറ്റ് കമ്പോണൻറ്റ് ക്യാൻ ബി എനി സൈസ് ബിറ്റ്വീൻ 22 mm ആൻഡ് 22.02 mm. ദെൻ വാട്ട് ആർ ദ Then next we have to discuss about the different types of fits in manufacturing. Different types fit, FIT, fits used in manufacturing, and that we will discuss in the next class. Thank you.